അവിടെ ആ മലമുകളിൽ ഒരു റിസോർട്ടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വാച്ചിങ് ഗാലറി എല്ലാം കൂടെ കൂടിയുള്ള റിസോർട്ടാണ്. ഓപ്പൺ ആയിട്ടില്ലാന്ന് തോന്നുന്നു. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വീണ്ടും ഈ വാഗമണിലേക്കാണ് വന്നത് കേട്ടോ. ഇവിടെ കുറേയധികം കാഴ്ചകൾ ഇനിയും ബാക്കിയിരിപ്പുണ്ട്. നമുക്കതൊക്കെ ഒന്ന് കാണണം. അപ്പോൾ എന്നോട് ഈ ഇടയ്ക്ക് 2-3 പേര് വിളിച്ചു പറയുകയും ചെയ്തു വാഗമണിലെ കാഴ്ചകൾ ഒന്നും കൂടെ ഒക്കെ ഒന്ന് കാണിക്കണം എന്ന്. അപ്പോൾ നമ്മളത് വിചാരിച്ച് വീണ്ടും ഈ വാഗമണിലെ ഈ ഭാഗത്തേക്ക് വന്നു. ഇവിടെ വന്നപ്പം എനിക്ക് തോന്നി ഇൻട്രോ പറയാൻ പറ്റിയൊരു സ്ഥലം ഈ മരക്കൂട്ടങ്ങളൊക്കെ നിൽക്കുന്ന ഈ ഒരു ഭാഗത്താണെന്ന്. എൻ്റെ തൊട്ടുപുറകിലായിട്ട് തന്നെ റോഡ് ഉപ്പുപാറ വളകോട് വാഗമൺ റോഡാണ്. അപ്പം നമുക്ക് ഇന്ന് ഇവിടുത്തെ കുറേ കാഴ്ചകളും കൂടെ ഒക്കെ ഒന്ന് കണ്ടുവരാം. ഏകദേശം നമ്മൾ നേരത്തെയൊക്കെ കണ്ടിട്ടുള്ള കാഴ്ചകളാണെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും പക്ഷേ ഇപ്പോൾ കുറേ ചേഞ്ച് വന്നിട്ടുണ്ട് കാലാവസ്ഥയൊക്കെ. അതിനനുസരിച്ച് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. പിന്നെ ഇവിടെ ഇപ്പോൾ പറയാനായിട്ട് ഭയങ്കര കാറ്റുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ കാറ്റുള്ളപ്പോൾ നമുക്ക് പറയുന്നത് എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് കണ്ടുവരാം. ഈ ഒരു മേഖല കുറച്ച് അക്കേഷ്യ മരങ്ങളൊക്കെ നിൽക്കുന്നൊരു സ്ഥലമാണ്. നല്ല വെയിലത്തൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനൊരു പ്രത്യേക സുഖമാണ്. തണുത്ത കാറ്റും തണലും ഒക്കെ ആയിട്ട് പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ. ഇവിടെ കുറച്ച് പാറക്കൂട്ടങ്ങൾ ഇങ്ങനെ കാണാം. ഇവിടെ കയറി നിന്നാൽ നമുക്ക് പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന ഈ മൊട്ടക്കുന്നുകളുടെ മനോഹര കാഴ്ചകൾ ഈ മരച്ചില്ലകൾക്കിടയിൽ കൂടിയൊക്കെ കാണാം. ഇത് ഉപ്പുപാറയ്ക്ക് പോകുന്ന റോഡാണ്. വാഗമണ്ണിൽ നിന്നും 20 കിലോമീറ്ററാണ് ഉപ്പുപാറയ്ക്ക് ഈ റോഡ്. സഞ്ചാരികളെ വാഗമണിലേക്ക് ആകർഷിക്കുന്ന ഒരു മുഖ്യ ഘടകമാണ് ഈ മൊട്ടക്കുന്നുകളുടെ കാഴ്ച. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വാഗമൺ ടൗണിൻ്റെ ഒക്കെ ആയിട്ടുള്ള കുറേ മനോഹര കാഴ്ചകളൊക്കെ ദൂരെ കാണാവുന്നതാണ്. അതിലും മനോഹരമായി ഈ മൊട്ടക്കുന്നുകളുടെ ഇടയിൽ റിസോർട്ടുകളും ചെറിയ ചെറിയ തേയിലത്തോട്ടങ്ങളും ഒക്കെ കൊണ്ട് ഇവിടെയൊക്കെ മൊത്തം അലങ്കരിച്ചിരിക്കുകയാണ്. എൻ്റെ ഒരു ബലമായ സംശയം, ഈ ഭൂമി ഉണ്ടായപ്പോൾ ഇങ്ങനെ തന്നെ ആയിരുന്നോ, അതോ ഭൂമിയിൽ ഉണ്ടായിക്കഴിഞ്ഞ് വന്ന പല പല മാറ്റങ്ങളിൽ കൂടെയാണോ ഇവിടെ ഈ മൊട്ടക്കുന്നുകളൊക്കെ രൂപാന്തരപ്പെട്ടത്? അതുതന്നെയായിരിക്കും അതിൻ്റെ ശരിയല്ലേ? ഭൂമി ഉണ്ടായപ്പോൾ ആദ്യം വെറും തരിശും ആയിട്ട് കിടന്ന സ്ഥലമല്ലായിരുന്നു. എത്രയോ പ്രവർത്തനങ്ങളിൽ കൂടെയാണ് അത് ഈ ഭൂമി നമുക്ക് വസിക്കാനുള്ളൊരു മേഖലയായി മാറിയത്. വാഗമണിലെ അഡ്വഞ്ചർ സോണിലേക്ക് കടക്കുന്ന ഗേറ്റാണിത് കേട്ടോ. പക്ഷേ ഇതിലെ ഇപ്പോൾ എൻട്രൻസ് ഇല്ല. ഇവിടുന്ന് 1 കിലോമീറ്റർ മുന്നേ പോയിട്ട് അവിടുന്ന് റൈറ്റിലാണ് എൻട്രൻസ്. കാരണം ഇവിടെ ഈ കല്ല് പാകിയ കുറേ വഴികളാണ് ഇതിനകത്തുള്ളത്. ആ വഴികളെല്ലാം ഡാമേജ് ആയി കിടക്കുകയാണ്. അപ്പോൾ വണ്ടി കയറി പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നടന്നങ്ങ് പോകാമെന്ന് തീരുമാനിച്ചു കേട്ടോ. നടന്നു പോകുമ്പോൾ നമുക്ക് കുറേ കാഴ്ചകളൊക്കെ കണ്ടു പോകാമല്ലോ. വണ്ടി തൽക്കാലം നമ്മൾ വഴിയിൽ വെച്ചു. അതവിടെ ഇരിക്കട്ടെ. തിരിച്ചിങ്ങോട്ട് വരുമ്പം ഏതെങ്കിലും വണ്ടി കിട്ടിയാൽ അതിൽ കയറി വരികയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നടന്നു തന്നെ തിരിച്ചു പോരാം അല്ലേ. പോകുന്ന വഴി നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടു പോകാം. ഇതുവഴി നമ്മൾ കയറി വരുമ്പോൾ ഇതൊരു പാർക്കിംഗ് ഏരിയ സംവിധാനത്തിൻ്റെ ഒരു ടിക്കറ്റ് കൗണ്ടറാണ്. നമ്മൾ ഫ്രണ്ടിൽ അവിടെ കയറുന്നിടത്ത് തന്നെ ആദ്യം 20 രൂപ കൊടുക്കണം. നമുക്ക് ഇവിടുത്തെ കുറേ സ്റ്റാഫുകളൊക്കെ പരിചയമുള്ളതുകൊണ്ട് നമുക്കൊരു പ്രത്യേക ഒരു എൻട്രൻസ് തന്നാണ്. മൊട്ടക്കുന്നുകളുടെയൊക്കെ കളറെല്ലാം മാറി തുടങ്ങി കേട്ടോ. പച്ചപ്പെല്ലാം പോയി. ലൈറ്റിനിങ് അറസ്റ്റാണ് വെച്ചിരിക്കുന്നത്. എല്ലാ മൊട്ടക്കുന്നുകളുടെയും പോലെ തന്നെ ഇടിവെട്ടിൻ്റെ ഒരു മിന്നലിൻ്റെയൊക്കെ പ്രശ്നം ഇവിടെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ കല്ല് പതിച്ച വഴിയാണ്. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളകി കിടപ്പുണ്ടേ. അതുകൊണ്ടാണ് വാഹനങ്ങൾ ഇതുവഴി അവർ വിടാത്തത്. വേണമെങ്കിൽ നമുക്ക് സ്കൂട്ടി എടുത്ത് വരാമായിരുന്നു.
ഒരു 10 വർഷം മുമ്പൊക്കെ ഈ വാഗമണിൽ കൂടെ നമ്മളിങ്ങനെ വരുന്ന സമയത്തുണ്ടല്ലോ, ഈ റോഡെല്ലാം മൺ റോഡുകളായിരുന്നു. ഇതിലെ അധികം ആൾക്കാരൊന്നും വരത്തില്ലായിരുന്നു. വല്ലപ്പോഴൊക്കെ ആൾക്കാർ ഈ വഴി പോകാറുള്ളായിരുന്നു. അല്ലെങ്കിൽ വല്ല ഓഫ് റോഡ് ജീപ്പും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പ്രത്യേകിച്ച് പാസ്സൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജീപ്പിലൊക്കെ നമുക്കിതിലെ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് പോകാമായിരുന്നു. അത് ഒരുപാട് വാഹനങ്ങളൊന്നും വരില്ല. പെട്ടുകഴിച്ച ഒരു ദിവസം ഒരു 2-3 ജീപ്പൊക്കെ വന്നെങ്കിലേ ഉള്ളൂ. അന്നൊന്നും ഇവിടെ ടൂറിസം മേഖലയൊന്നും അത്രത്തോളം ഒരു ഡെവലപ്പായിട്ടില്ല. ഇന്നിപ്പോൾ സ്ഥിതി ഇതല്ല. ഈ റോഡിൽ കൂടെ പതിക്കാനുള്ള പുതിയ കല്ലൊക്കെ കൊണ്ട് നിറക്കിയിട്ടിരിക്കുന്നുണ്ടോ. വാഹനങ്ങൾ എന്നിട്ടും ചിലതൊക്കെ ഈ വഴിക്ക് ഇങ്ങോട്ട് റിട്ടേൺ വരുന്നുണ്ട് കേട്ടോ. നമ്മളീ പോകുന്ന വഴിക്ക് പുതിയ പുതിയ ആക്ടിവിറ്റീസുകൾ എന്തൊക്കെയോ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടേ. ഇതവിടെ പുതിയ ഷെൽട്ടറൊക്കെ ചെയ്തേക്കുന്നുണ്ട്. നമ്മൾ കുറേ നടന്ന് മടുത്ത് കഴിയുമ്പോൾ ഈ ഷെൽട്ടറിലൊക്കെ കയറി ഇരുന്ന് വിശ്രമിച്ചിട്ടൊക്കെ യാത്ര തുടരാവുന്നതാണ്. പുതുതായിട്ടുള്ളൊരു ഗാർഡനൊക്കെ അവിടെ ഓപ്പണായി വരുന്നുണ്ട് കേട്ടോ. ഓപ്പണായിട്ടില്ല. ഓപ്പണായി കഴിയുമ്പോൾ നമുക്കത് ഒരു വ്യത്യസ്തമായ ഗാർഡനാണെന്ന് വിചാരിക്കാം. പഴയ കാലത്തൊക്കെ ഈ വഴി പോകുമ്പോൾ പേടിയാകുമെന്ന് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴീ കാടൊക്കെ ഇവിടെ ഇങ്ങനെ തെളിഞ്ഞതുകൊണ്ട്, ഫെൻസിങ് ലൈനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വലുതായിട്ടൊന്നും പേടിക്കണ്ട. ഇതിൻ്റെ അങ്ങേയറ്റം ആത്മഹത്യാമനമ്പൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട് കേട്ടോ. അതിൻ്റെ അവിടേക്കാണ് ഗ്ലാസ് ബ്രിഡ്ജും ടവറും ഒക്കെ സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടേക്കൊക്കെ ആൾക്കാർക്ക് പോകുമ്പോൾ ഭയങ്കരമായ ഭയമുണ്ടാകുന്ന ഒരു സ്ഥലമായിരുന്നു അവിടെയൊക്കെ. പക്ഷേ ഇന്ന് ഇപ്പോൾ ആർക്കും ഒരു പേടിയില്ല, ഒന്നുമില്ല. ഇവിടെയും എന്തോ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. കോൺക്രീറ്റൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓഫ് റോഡ് ജീപ്പുകൾ കല്ലിൻ്റെ വിടവടച്ച് കോൺക്രീറ്റ് ഇട്ട് മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, കല്ലൊക്കെ ഇളകിപ്പോയിരിക്കുന്നു എന്ന് പറഞ്ഞ്. വാഗമൺ അഡ്വഞ്ചർ പാർക്കിൻ്റെ ഉള്ളിലുള്ളൊരു ലേക്കാണിത്. ജലവിനോദ പരിപാടികളൊക്കെ ഇതിനകത്ത് ഒരുപാടുണ്ട്. കയാക്കിംഗ്, കൊട്ടവഞ്ചി, പെഡൽ ബോട്ടിങ്, അങ്ങനെ കുറേ സംവിധാനങ്ങളുണ്ട് കേട്ടോ. അക്കരെ ബർമ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമൊക്കെ നമുക്കവിടെ കാണാം. അങ്ങനെ ഒരുപാട് പരിപാടികൾ ഇനി മുന്നോട്ടിലും നമുക്ക് കാണാൻ കിടക്കുന്നുള്ളൂ. ഒരു കാലത്ത് ഇതൊരു ചെറിയൊരു വട്ടക്കുളം പോലെ കുറച്ച് വെള്ളം കെട്ടിക്കിടന്ന ഒരു സ്ഥലമായിരുന്നു 10 വർഷങ്ങൾക്കൊക്കെ മുമ്പേ. പണ്ടൊക്കെ നമ്മളിവിടെ വരുന്ന സമയത്ത് അന്നൊന്നും യൂട്യൂബ് പരിപാടികളൊന്നുമില്ല. ഇന്നിപ്പോൾ ഇവിടെ അവരൊരു ചെക്ക് ഡാമായിട്ടത് കെട്ടി നിർത്തി ഇത്രയും ജലം ഇവിടെ സംഭരിച്ച് നിർത്തിയിരിക്കുകയാണ്. അത്യാവശ്യം 2 വീലേഴ്സൊക്കെ ഇതിലെ പോകുന്നുണ്ട് കേട്ടോ. അത് അവിടെയൊക്കെ അഡ്വഞ്ചർ സോണിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെയാണ്. ഇവിടെയാണ് കയാക്കിംഗ് ബോട്ടിംഗ് ഒക്കെ തുടങ്ങുന്നത്. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് താഴെയാണ്. ഈ കാറ്റ് വലിയൊരു വിഷയമായതുകൊണ്ട് അധികം റൈഡുകളൊന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല ഇവിടെ. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടിരിക്കുന്ന പോലെ കേട്ടോ. നമുക്ക് താഴെ നിന്ന് ഇറങ്ങിപ്പോയി നോക്കിയിട്ട് വരാം അല്ലേ. ഇന്ന് വോട്ടിംഗ് ഇല്ലേ? ഇന്ന് വോട്ടിംഗ് ഇല്ല. കാറ്റ് കാരണോ? കാറ്റ് കാരണം ഇല്ലെന്ന് പരിപാടി. ഈ പാറയിൽ കൂടെ ഒക്കെ നിങ്ങൾക്ക് മുകളിലോട്ട് കയറണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ കൈവരിയൊക്കെ പിടിച്ച് മുകളിലോട്ട് കയറാം കേട്ടോ. കാറ്റ് കാരണം കൊണ്ട് ഇന്ന് റൈഡുകളൊന്നും അധികം വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. ബോട്ടിംഗ് ഇല്ല, ഒരുമാതിരിപ്പെട്ട റൈഡുകളൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. കാറ്റുള്ളപ്പോൾ ഇതിവിടെ പ്രവർത്തിപ്പിച്ചാൽ വിചാരിച്ച ഒരു പോലെ കിട്ടത്തില്ല. ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് അത് നീങ്ങാതെ വരും, കാറ്റടിച്ച് മാറിപ്പോവും. ഇപ്പോൾ അപകടങ്ങളുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് അവർ തൽക്കാലം ഇത് നിർത്തിവെച്ചിരിക്കുന്നത്. ഇവിടെ ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഒരുപാട് ഫണ്ട് മുടക്കിയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. റോഡായിട്ടും കെട്ടിടങ്ങളായിട്ടും ഒരുപാട് ആക്ടിവിറ്റീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഈ റൈഡ് ആക്ടിവിറ്റീസുകളെല്ലാം നടത്തുന്നത് പ്രൈവറ്റ് പാർട്ടികളാണ്. നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോവാമല്ലേ. കുറേ സമയമായില്ലേ നമ്മൾ നടക്കുന്നു. ഇവിടുന്ന് പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ലേക്കൊക്കെ വളരെ മനോഹരമായൊരു കാഴ്ച ലഭിക്കുന്നതാണ്. നമ്മൾ ഈ ഷെൽട്ടറിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഇങ്ങനെ ഇരിക്കാനൊരു പ്രത്യേക സുഖമാണ് കേട്ടോ.
ഇതിൻ്റെ എല്ലാ ഭാഗവും ഇങ്ങനെ മേൽക്കൂര അല്ലാതെ ബാക്കി എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ ഓപ്പണായി കിടക്കുന്നതുകൊണ്ട് നല്ല ശുദ്ധമായ കാറ്റ് നമുക്കിങ്ങോട്ട് കടന്നു വരുന്നതാണ്. നമ്മൾ ഈ റോഡൊക്കെ വന്ന് വെയിലൊക്കെ കൊണ്ട് നടന്ന് മടുത്തു വരുമ്പോൾ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഈ കാറ്റൊക്കെ കൊണ്ട് ഇച്ചിരി വിശ്രമിച്ചിട്ടൊക്കെ യാത്ര തുടരുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി കേട്ടോ. അപ്പോൾ നമുക്ക് യാത്ര മുന്നോട്ട് തുടരാം. ഇനി കുറേ ദൂരം കൂടെ നമുക്ക് മുന്നോട്ട് പോകാനുണ്ടേ. ആദ്യകാലത്ത് ഇവിടെ ഫാമുകളൊക്കെ ആയിരുന്നു കേട്ടോ, പശുക്കളുടെയൊക്കെ ഫാമുകളും മറ്റുമൊക്കെ ആയിരുന്നു. അതിൻ്റെയൊക്കെ ബാക്കിയായിട്ടുള്ള കെട്ടിടങ്ങൾ, പഴയ കൽക്കെട്ടിടങ്ങളൊക്കെയാണ് ആ കാണുന്നത്. വാഹനങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എതിലെ വേണേലും പാർക്ക് ചെയ്യാം. പാർക്കിംഗ് ഏരിയ ഇവിടെ അതിവിശാലമായിട്ട് എല്ലാ ഭാഗത്തും ഉണ്ട്. ഇവിടെ മാത്രമല്ല, മുകളിലോട്ടൊക്കെ ഒരുപാട് സ്ഥലത്തുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ആൾക്കാരുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. വാഗമണിൽ ഇന്ന് പൊതുവേ നല്ല രീതിയിൽ ആളുണ്ട്. ഓറഞ്ച് വാലി ഗ്രൂപ്പിൻ്റെ റിസോർട്ട് സമുച്ചയങ്ങളാണ് ആ കാണുന്നത് കേട്ടോ. ഇവിടെ മനോഹരമായൊരു ഓഡിറ്റോറിയം ഉണ്ട് കേട്ടോ, ഒരു ഓപ്പൺ ഓഡിറ്റോറിയം. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നാൽ അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും അത് കാണാൻ നല്ല ഭംഗിയാണ്. മനോഹരമായ 2 ശില്പങ്ങൾ തെയ്യങ്ങളുടെയൊക്കെയാണ് കല്ലെ കൊത്തി വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഓഡിറ്റോറിയത്തിൻ്റെ മുകളിൽ പോയിന്ന് താഴോട്ടൊന്ന് നോക്കാം. നല്ലൊരു ആംബിയൻസിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. മനോഹരമായൊരു ആംബി തിയേറ്റർ. ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ആ സ്റ്റേജിൽ നടക്കുന്ന പരിപാടികളൊക്കെ കാണാൻ പറ്റും. പാർക്കിംഗ് ഇപ്പോൾ മുകളിലേക്കും ആക്കിയിട്ടുണ്ട് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ളൊരു ഉല്ലാസയാത്ര KSRTC ഇവിടെ വന്ന് കിടക്കുന്ന നമുക്ക് കാണാം. അതിന് പേരിട്ടിട്ടുണ്ട്, ആനവണ്ടി യാത്ര ആണ് ഇതിനിട്ടിരിക്കുന്നത് കേട്ടോ. ഉല്ലാസയാത്രയ്ക്ക് പകരം ആനവണ്ടി യാത്ര എഴുതിയിട്ടുണ്ട്. ആ ഗേറ്റ് കടന്നാൽ നമ്മൾ അഡ്വഞ്ചർ സോണിലേക്കാണ് കിടക്കുന്നത് കേട്ടോ. അഡ്വഞ്ചർ സോണിൽ അത്യാവശ്യം നല്ല തിരക്കാണേ. ഇപ്പോഴും റൈഡ് കണ്ടണം, വലിച്ച് പൊക്കിയിട്ട് ഒറ്റ പിടിയിലായി. എങ്ങനെയുണ്ടെന്ന് നോക്കി, അതിലിരുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ. നല്ല തിരക്കാണേ. ഇവിടെ ഇപ്പോൾ നമുക്ക് റൈഡ് കാണാം. ഇപ്പോൾ ഇതിപ്പോൾ സ്റ്റാർട്ടാവും. അതങ്ങനെ കറങ്ങി അങ്ങോട്ട് കറങ്ങി ഇതോളാല്ലേ. ഓ, എന്താ പരിപാടി നോക്കി. അങ്ങോട്ടൊന്ന് കറങ്ങി ഇങ്ങോട്ടൊന്ന് കറങ്ങി. ഇനി നമുക്ക് ആ ടവറിൻ്റെ അവിടെ പോയി നോക്കാം. ടവറിൽ നിന്ന് കയറി നോക്കാം. ഈ ടവറിലിപ്പോൾ നിറച്ച ആൾക്കാരാണ് കേട്ടോ. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ആക്ടിവിറ്റീസുകൾ ഇഷ്ടം പോലെ ഉണ്ടോ, പല രീതിയിലുണ്ട്. സിപ്പ് ലൈൻ ഉണ്ട്, അപ്പുറത്തെ ഗ്ലാസ് ബ്രിഡ്ജ്. ഇവിടെ പുതുതായിട്ട് എന്തോ ഒരു റൈഡ്, മുകളിൽ നിന്ന് താഴോട്ട് ചാടുന്നതാണോ എന്താണോ. പക്ഷേ ടവറിൽ കയറണോ, അതുപോലെ ആൾ ഇതിനകത്ത് കയറി നിൽക്കുക. എപ്പോൾ കയറി ചെല്ലാനോ. ഒരു സ്കൈ സൈക്കിൾ റൈഡ് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേ നമുക്ക് നടക്കുവാണെങ്കിൽ ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടേക്ക് ചെല്ലാൻ പറ്റും കേട്ടോ. സ്കൈ സൈക്കിളും ആ റോളറും, സ്കൈ റോളറും. ടവറിൻ്റെ മുകളിൽ കയറിയിട്ട് വരാം.
ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് നല്ല കാഴ്ചകൾ ലഭിക്കുന്നു കേട്ടോ. ആ മലഞ്ചെരുവും താഴെ കാണുന്ന കുട്ടിക്കൽ ഏന്തയാർ ഭാഗങ്ങളൊക്കെയാണ്. പക്ഷേ അവിടെ ക്ലൈമറ്റ് അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ മാത്രം വലിയ തിരക്കില്ല. തിരക്കുണ്ട് കേട്ടോ, അവിടെ കുറേ ആൾക്കാരുണ്ട്. ഈ വഴി നടന്ന് നമുക്ക് ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോകാം കേട്ടോ. ഇപ്പോഴിവിടെ വഴിയെല്ലാം നല്ല ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഗ്ലാസ് ബ്രിഡ്ജ് കയറത്തൊന്നുമില്ല കേട്ടോ. നമുക്ക് ഹൈറ്റും വെയിറ്റും ഒക്കെ ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലാണ്. ഇതിപ്പോൾ ഈ വഴി ഒരു എളുപ്പമായി ഇങ്ങോട്ട് വരാനായിട്ട്. അല്ലെ മുകളിൽ കൂടെ ഒക്കെ കറങ്ങി വേണം വരാൻ. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്ത് ഒരു നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു 3 മണിക്കൂറായത്തേക്കുള്ള ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ കയറി നിൽപ്പുണ്ട്. അവിടെ പോയൊന്ന് നിൽക്കണം. അതിൻ്റെ ഒരു സംഭവം അറിയണമെങ്കിൽ അവിടുന്ന് താഴോട്ട് നല്ല ഹൈറ്റാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ റൈഡ് സ്റ്റാർട്ടാവുന്നുണ്ട് കേട്ടോ. ഒരു ഊഞ്ഞാലാണ്. അവരെ അങ്ങോട്ട് വലിച്ച് പുറകോട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് വിടും. കണ്ടോണോ അതിൻ്റെ ഒരു പരിപാടി. നല്ല ദൂരേക്ക് വരും, അത് ഇങ്ങോട്ട് വരുവേ. ഹൈറ്റിലെത്തി. ഒരൊറ്റ പിടിയിലായിരിക്കും. കണ്ടോ? നമ്മൾ അപ്പുറത്ത് കയറിയ ടവർ ഇവിടെ നിന്ന് നോക്കാം കേട്ടോ. എങ്ങനെയുണ്ടോ നോക്കി. ഈ സൈക്കിൾ സവാരിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ നിന്ന് കാണാനാണ് കുറച്ചുകൂടെ ഭംഗിയെന്ന് തോന്നുന്നു അല്ലേ. ആൾക്കാർ എന്തായാലും നോക്കി. അത് അതിലോട്ട് പോയി അങ്ങേ അറ്റത്ത് പോയി നിൽക്കുന്ന ആൾക്കാരുള്ളൂ. ശൂന്യതയിൽ നിൽക്കുന്ന പോലെയാണ് അവിടെ ചെന്ന് നിന്ന് കഴിയുമ്പോൾ. വാഗമണിൽ ആദ്യം വന്നത് ഈ ടവറൊക്കെയാണ് കേട്ടോ. അതിനുശേഷം ഈ കയറുപാലമൊക്കെ. പിന്നീട് വന്നതാണ് ഇപ്പുറത്തോട്ട് ഈ കാണുന്ന റൈഡുകളൊക്കെ. ഗ്ലാസ് ബ്രിഡ്ജും മറ്റ് അഡ്വഞ്ചറൊക്കെ ഇപ്പോൾ പുതുതായിട്ട് വന്നതാണ്. ഇവിടെ ഒരു ഓഫ് റോഡ് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പ്രത്യേകതരം ജീപ്പൊക്കെ ഉണ്ട്. ഇപ്പോഴത് കാണുന്നില്ല. അതാ ജീപ്പ് വന്നു. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് തിരക്ക് കൂടുതൽ. ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്ന മെയിൻ പാർക്കിംഗ് ഏരിയ ആ ഫ്രണ്ട് വശത്ത് കാണുന്നതാണ്. ഇവിടേക്ക് വരുന്ന ആൾക്കാരിൽ കൂടുതൽ ഭാഗം മലബാർ സൈഡിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരാണ്. നമ്മൾ ചെല്ലുന്ന ഭാഗം പാരാഗ്ലൈഡിങ്ങിൻ്റെ ഭാഗമാണ് കേട്ടോ. പക്ഷെ അവിടെ പ്രവർത്തനമല്ലാന്ന് തോന്നുന്നു. കാറ്റ് കൂടുതലായാൽ പാരാഗ്ലൈഡിങ്ങിൻ്റെ പരിപാടികളൊന്നും നടക്കത്തില്ല. പിന്നെ ഇതിൻ്റെ അപ്പുറം ആത്മഹത്യാ മുനമ്പ് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളാണ്. അങ്ങോട്ടും നമുക്ക് അങ്ങനെ പ്രവേശനമില്ല. കാരണം വെച്ചാൽ അതൊക്കെ നിരോധിത മേഖലയാണ്. ആരെങ്കിലും അവിടെ പോയിട്ടൊന്ന് താഴോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ആരാണ് അതിന് സമാധാനം പറയുക. അതുകൊണ്ട് അവിടെ കയറിയാൽ ഫോറസ്റ്റുകാർ നമ്മുടെ പേരിൽ കേസെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കണ്ടുവരാം. പാരാഗ്ലൈഡിങ്ങിൻ്റെ മേഖലയാണിത്. ഇവിടെ ആളില്ലാതിരിക്കുകയാണ്. ആ വേലി തിരിച്ചതിൻ്റെ അപ്പുറത്താണ് അതിൻ്റെ പരിപാടി. നല്ല കാറ്റാണ് ഇവിടെ കേട്ടോ. കാറ്റ് കൂടുതലായതുകൊണ്ടാണ് പാരാഗ്ലൈഡിങ് ഇല്ലാത്തത്. ഒരു മിതമായ കാറ്റുണ്ടെങ്കിൽ മാത്രമേ അത് നടത്താൻ പറ്റത്തുള്ളൂ. നമുക്ക് നടന്ന ആ വഴി എൻഡ് തീരുന്നു കേട്ടോ. അവിടം വരെ പോയിട്ട് വരാം. അതിൻ്റെ അപ്പുറത്തേക്ക് പ്രവേശനമില്ല.
വേലി കെട്ടിയതിൻ്റെ അപ്പുറം കടന്നാൽ അതിഭയങ്കരമായ ഗർത്തമാണേ. ശരിക്കും പറഞ്ഞാൽ ആ കാണുന്നതിൻ്റെ അപ്പുറത്തെ സൈഡ് പരുന്തുംപാറ മേഖലയൊക്കെയാണ് കേട്ടോ. അതിൻ്റെ അങ്ങേ സൈഡിലേക്ക് അവിടുന്നൊക്കെ ഭയങ്കരമായ ഗർത്തങ്ങളാണ്. ഒരു സെൻട്രൽ ഭാഗം പൊട്ടി അടർന്നു പോയ പോലൊരു അവസ്ഥയാണ്. ഇപ്പുറത്തെ സൈഡിലുള്ള രണ്ടാമത്തെ ടവറും അതിൻ്റെ മുകളിൽ ആൾക്കാർ കുറവാണ് കേട്ടോ. അപ്പുറത്തെ ടവറിലാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ കയറുന്നത്. ആ കാണുന്ന ടവറിൽ മോഹൻലാലിൻ്റെ സ്ഫടികം സിനിമയിലെ പാട്ട് സീനും സിനിമയുടെ ഒട്ടുമിക്ക ലൊക്കേഷനെല്ലാം ഈ വാഗമൺ ഈ ഭാഗത്തൂടെയൊക്കെ ആയിരുന്നു പഴയ കാലത്ത് എടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ വാഗമണിലേക്ക് വരുന്ന ഇരാറ്റുപേട്ടയിൽ നിന്ന് കയറി വരുന്ന റോഡൊക്കെ ഇല്ലേ, അതൊക്കെ അതിനകത്ത് മെയിനായിട്ടുള്ള ഭാഗങ്ങളാണ്. ഇവിടെ കൂടുതലും പാട്ട് സീനൊക്കെ ആയിരുന്നേ. ഇത് പുറത്തേക്ക് പോകുന്ന റോഡാണ്. ഇതിലെയാണ് ഇപ്പോൾ എൻട്രൻസും. ഇതിങ്ങനെ കിടക്കുവാണ്, നടന്നാലും തീരില്ല കേട്ടോ. അതിന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലത് സൈഡിലേക്കൊക്കെ അഗാധമായ ഗർത്തങ്ങളൊക്കെയാണ്. അങ്ങോട്ടൊക്കെ പോകുന്നത് അത്ര പന്തിയല്ല. ഇതിലെ ഒരു വഴി കാണുന്നുണ്ട്. ഇത് ഓഫ് റോഡ് ജീപ്പുകാരുടെ ഒരു താവളമാണെന്ന് തോന്നുന്നു. നമുക്കിവിടെ നിന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് കാഴ്ചകൾ കാണാം. അതൊന്ന് നോക്കി വരാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാവുന്നത് വാഗമണിലെ മൊട്ടക്കുന്നുകളുടെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കയറി വന്നപ്പോൾ ഇവിടുന്ന് കൂടുതലായിട്ട് കാണുന്നത്. ഇത് അങ്ങോട്ടെല്ലാം അതുതന്നെ ചെറിയ മലനിരകളും ചെറിയ മൊട്ടക്കുന്നുകളും അതിൻ്റെ ഇടയ്ക്കൂടെ ഈ ഒരു മൺറോഡും പിന്നെ അത് ആ സൈഡിലോട്ട് വാഹനങ്ങളൊക്കെ അവിടുത്തെ കടന്നു വരുന്ന ഒരു വഴിയൊക്കെ കാണാം നമുക്ക്. അതൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഇവിടെ കാണാനുള്ളത്. അതാ അതിൽ ആ റോഡ് പോകുന്നുണ്ടോ, വാഹനങ്ങൾ പോകുന്നത് നമുക്ക് കാണാം. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്ന ആ വഴിയും അഡ്വഞ്ചർ പാർക്ക് അങ്ങ് ദൂരെയായിട്ട് നമുക്ക് കാണാം. അപ്പോൾ കൂട്ടുകാരെ, എങ്ങനെയുണ്ട് നമ്മൾ ഇന്നിപ്പം ഈ വാഗമൺ വന്ന് ഈ അഡ്വഞ്ചർ പാർക്കും ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റ് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. നമ്മുടെ ഒരു ചെറിയ ചാനലാണ്, നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ കടന്നു പോകുന്നത്. പിന്നെ ഇവിടേക്ക് നമ്മൾ ആദ്യമായിട്ട് വരുന്നതല്ല, പക്ഷേ ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കൊരു വീഡിയോ കൂടെ ഒന്ന് ചെയ്താലോ എന്ന് മനസ്സ് തോന്നിപ്പോവും. കാരണം ഇപ്പോൾ കേട്ടോ ഈ പച്ചപ്പിൻ്റെ ഇത് ഇങ്ങനെ കുറഞ്ഞു വരിക, മഴ കുറഞ്ഞു വരുമ്പം പച്ചപ്പൊക്കെ ഒരുപാട് കുറയും. അപ്പോൾ ഇവിടുത്തെ ഒരു കളർ വേറെയായി മാറും. അപ്പോൾ അതൊക്കെയാണ് ഞാൻ നോക്കുന്നത്. പിന്നെ ഈ അഡ്വഞ്ചർ പാർക്കിലേക്കും വാഗമണിലേക്കൊക്കെ വരാൻ ആരോട് വഴിയൊന്നും പറഞ്ഞു കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. എല്ലാവർക്കും ഇങ്ങോട്ട് വരാനുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്കടക്കം അറിയാം. പിന്നെ ഇവിടേക്ക് വരുന്ന ഏറ്റവും കൂടുതൽ ഇപ്പം മലബാറുകാരും പിന്നെ തമിഴ്നാട്ടുകാരൊക്കെ വരുന്നുണ്ട്. ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളും ഉള്ള ആൾക്കാരും വരുന്നുണ്ട്. വാഗമൺ ഇപ്പം അറിയാത്ത ആൾക്കാർ ആരും ഇല്ലെന്ന് പറഞ്ഞ പോലെയായി. ഇന്ത്യയുടെ ടൂറിസ്റ്റ് ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു വാഗമൺ. അപ്പോൾ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.